ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ തിരച്ചിൽ ഏറെക്കുറെ അവസാനിപ്പിച്ചിരിക്കുന്നു. സംയുക്ത തിരച്ചിൽ അവസാനിച്ചതോടെ ഇന്ന് ചുരുക്കം ചില അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ മാത്രമാണ് പരിശോധനയ്ക്കായി എത്തിയത്. ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ പ്രത്യേക യോഗം ചേരും. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിക്കുകയും ചെയ്തു. മുണ്ടക്കയിലെ മനുഷ്യർ പതിയെ അതിജീവനത്തിലേക്ക്. കാണാതായവർക്കുള്ള തിരച്ചിൽ തൽക്കാലമില്ല. സന്നദ്ധ സേവകരടക്കമുണ്ടായിരുന്ന ദുരന്തഭൂമി നേരെക്കുറെ ശൂന്യം. ചുരുക്കം ചില അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ മാത്രം. വെള്ളാർമല സ്കൂളിന് സമീപത്ത് സൂക്ഷ്മ പരിശോധനയാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ നടത്തിയത്. കാണാതായവരെ കണ്ടെത്തുക എന്നതിനപ്പുറം ബാക്കിയായ വീടുകളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകൾക്കുമുള്ള തിരച്ചിലായിരുന്നു ഉച്ചവരെ നടന്നത്. തമ്മിൽ കാണാനാകാത്ത വിധം ചൂരൽമലയിലും മുണ്ടക്കയിലും കോട മൂടിയതോടെ തിരച്ചിൽ ഉച്ചയോടെ നിർത്തി. ഉരുളൊലിച്ചതിന് സമീപത്തെ ചൂരൽമല ടൗണിലെ കടകൾ 18 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് തുറന്നു. സ്ഥിരമായി കടകളിലെത്തുന്നവർ ഇനിയില്ല. തുറന്ന കടകളിലേറെയും ഭാഗികമായി നശിച്ചു. ചെളിപുതഞ്ഞ കടകൾക്കകം കണ്ട ഉടമകൾക്ക് നെഞ്ചു പൊട്ടുകയാണ്. 35 ലക്ഷം രൂപ ലോണുണ്ട്. ഞാൻ ഇത് കട നവീകരണത്തിന്റെ ഭാഗമായിട്ട് കുറെ വായ്പകളൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഞാനൊരു 10-30 വർഷമായിട്ട് ഇവിടെ കച്ചവടമാണ്. ഞാനും കുടുംബം ഇതുകൊണ്ട് തന്നെയാണ് ഉപജീവനം നടന്നു വന്നത്. വീട് നഷ്ടപ്പെട്ടവരുടെയും മരിച്ചവരുടെയും വായ്പകൾ എഴുതി തള്ളുന്നതിന് കേരള ബാങ്ക് നിലപാടെടുത്തെങ്കിലും മറ്റു ബാങ്കുകൾ നിലപാട് അറിയിച്ചിരുന്നില്ല. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്യാനാണ് തിങ്കളാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം. ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്ന നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 4 നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ടുള്ളത്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ എന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എല്ലാവരും തൃപ്തരാണ് അക്കാര്യത്തിൽ. ഇതുവരെ 300ഓളം വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 20-നകം എല്ലാവർക്കും വീട് കണ്ടെത്തി കൊടുക്കാനാണ് നീക്കം. ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ എത്രയും വേഗത്തിൽ അധ്യയനം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ആഴ്ച ദുരന്ത മേഖല സന്ദർശിക്കും. വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉടൻ നൽകും. പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി. GVHSS വെള്ളാർമലയിലെയും GLPS മുണ്ടക്കയിലെയും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകും. ദുരിതബാധിതരായ 617 പേർക്ക് അടിയന്തര ധനസഹായമായ 10,000 രൂപ കൈമാറിയെന്ന് സർക്കാർ അറിയിച്ചു. മുണ്ടക്കൈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചു തുടങ്ങി. മുന്നോട്ടുള്ള ജീവിതത്തിന് അധികൃതരുടെ ഇടപെടലുകൾ മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ. ഒന്നിച്ചിരുന്നവർ പലയിടങ്ങളിലായി മാറുന്നതിന്റെ വേദനയുണ്ടെങ്കിലും മുന്നോട്ട് പോയേ തീരൂ. ഒന്നും പഴയതുപോലെ ആവില്ലെങ്കിലും എല്ലാം പുതിയതിൽ നിന്ന് തുടങ്ങാൻ ശ്രമിക്കുകയാണിവർ. ടീം 24 വയനാട്. അപ്പോൾ വലിയ വേദനയുണ്ട്. പതുക്കെ മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ പഴയ പോലെ അല്ലെങ്കിലും ജീവിതത്തിലേക്ക് ഇപ്പോൾ നടന്നെടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് കണ്ടത്.